കൊച്ചിയിലും പരിസര പ്രദേശത്തുമായി ഡയാലിസിസ് നടത്തുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി 1/4 കോടി രൂപ സമാഹരിച്ച കൊച്ചി രൂപത കേന്ദ്ര ശുശ്രൂഷ സമിതി അംഗങ്ങളെ ആദരിച്ചു. പെരുമ്പടപ്പ് ഫാറ്റിമ ആശുപത്രിയുടെ നേതൃത്വത്തിൽ കൊച്ചി രൂപത കേന്ദ്ര ശുശ്രൂഷ സമിതിയുടെ സഹകരണത്തോടെ 2023 ക്രിസ്മസ് നാളിൽ ഡയാലിസിസ് രോഗികളെ സഹായിക്കുവാൻ ലക്ഷ്യമിട്ട് ആരംഭം കുറിച്ച ചില്ലറക്കാരൻ പദ്ധതിക്കു വേണ്ടി നൽകിയ സഹകരണത്തിനും പിന്തുണയ്ക്കും ചില്ലറക്കാരൻ്റെ വാർഷികത്തിൽ രൂപത ഡയറക്ടർ ഫാദർ ബെന്നി തൊപ്പിപ്പറമ്പിലിനെയും ടീം അംഗങ്ങളെയും കിഡ്നി ഫെഡറേഷൻ സ്ഥാപകൻ ഫാദർ ഡേവിഡ് ചിറമേൽ ആദരിച്ചു. ഇതാണ് മനുഷ്യന് ആവശ്യം. രോഗം എന്ന് പറയുന്നത് പാപം അല്ല. നമ്മുടെ വിചാരം രോഗികൾ എന്ന് പറഞ്ഞാൽ പാപികൾ എന്നാണ്. അല്ല, ഈ ലോകത്തിലെല്ലാവരും പാപികളാണ്. അതെ, ഈ രോഗം നമുക്കല്ലേ ജീവിതത്തിൽ അവസാനം എങ്ങനെയാണെങ്കിലും രോഗം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൈപ്പത്ത് നടാൻ മറന്നു പോകും. എന്റെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയില് അവർക്ക് വലിയ വലിയ തേക്ക് മരങ്ങളെ നട്ടിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ കിഡ്നി രോഗികൾക്കും ഈ ചില്ലറക്കാരൻ അവർക്കൊരു ആശ്വാസം കൊടുക്കുന്ന സാഹചര്യം ഒരുക്കുക. ഇത്രയും നിങ്ങൾ ഇതിനു വേണ്ടി സഹകരിച്ചു എന്നുള്ളത് ഒരു വിസ്മയമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞ പോലെ ഈ ചില്ലറക്കാരന് തൃശ്ശൂരും കൊണ്ട് ഞാൻ വിളമ്പും. എന്തോട്ട് നോക്കിട്ടിരിക്കണ കണ്ടില്ലേ, കൊച്ചിയില് വരും പള്ളുരുത്തിയിലവര് ചില്ലറക്കാരനല്ലവര്. നമ്മൾ എന്നിട്ട് നോക്കിട്ടിരിക്കണേ പിടിക്കണ കുപ്പി മറ്റല്ല പിന്നെ പറയുമ്പോ ഒക്കെ പിടിക്കണ പിടിക്കണ പ്ലാസ്റ്റിക് കുപ്പി പിടിക്കേ ഇട്ടുടങ്ങിയോ. പ്രിയമുള്ളവർ, ഈ കേരളത്തിൽ എന്തോരം കിഡ്നി രോഗികളുണ്ടെന്നറിയോ? 45,000-ൽ പരം കിഡ്നി രോഗികളുണ്ട്. വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മീറ്റിംഗിൽ നിർധനരായ 400 പേർക്ക് ഡയലൈസറുകളും ട്യൂബും അടങ്ങുന്ന കിറ്റ് ഫാദർ ഡേവിഡ് ചിറമേൽ തന്നെ കൈമാറി. വാർഷിക ആഘോഷ ചടങ്ങിൽ കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷൈജു പരിയാത്തുശ്ശേരി അധ്യക്ഷത വഹിച്ചു. സിജോച്ചൻ പറഞ്ഞു, 75 ലക്ഷം രൂപ മാനവീകത്തിന്റെ നേതൃത്വത്തിൽ പല ഇടവകളിൽ നിന്ന് ലഭിച്ചുവെന്ന്. അവരുടെ എല്ലാവരുടെയും കാരുണ്യം, സ്നേഹം വളരെ പ്രകടമാണ്. ഒരു സഹോദര സ്നേഹത്തിന്റെ അടയാളമാണ് നമുക്ക് ഈ ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടി ഇങ്ങനെ പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിച്ചത്. അവരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു. ഇനിയും ഒത്തിരിയേറെ നല്ല മനസ്സോടുകൂടെ രോഗികളായവരെ സഹായിക്കാനുള്ള മനസ്സോടുകൂടെ ഒത്തിരിയേറെ പേർ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചി MLA KJ മാക്സിയും അരൂർ MLA ദലീമ ജോജോയും ആശംസകൾ നേർന്നു. ക്ഷമതകൾ അനുഭവിക്കുന്നവർക്ക് നന്നായിട്ട് തീരുവാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുക. നമുക്കും കൂടെയുള്ള മാതൃകയാണ് ഇവിടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. എല്ലാ പ്രോഗ്രാമിലും ഞാൻ വരാറുണ്ട്. എന്നോട് ഇപ്പൊ പാട്ട് പാടാനേ പറഞ്ഞില്ല, പ്രസംഗിക്കരുതെന്നാ പറഞ്ഞത്. എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം. കുമാരനാശാന്റെ വീണ പോലെ ഒരു ഭാഗമുണ്ട്. അതായത് ചേതോഹരങ്ങളാം സമജാതികളാം സുമങ്ങൾ ഏതും സമാന മഴകുള്ളവയെങ്കിലും, ചേതോഹരങ്ങളാം സമജാതികളാം സുമങ്ങൾ ഏതും സമാന മഴകുള്ളവയെങ്കിലും നീ ജാതാനുരാഗിതം ഒരുവന് മിഴിക്ക് ഭേദ്യമേതോ വിശേഷ സുഭകത്വവും മാറുന്നിരിക്കാം എന്നാണ് വീണപൂവില് കുറച്ച് ഭാഗമുള്ളത്. അതിന് ഒരു കുറച്ച് ഭാഗം മാത്രമാണ്. മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പുഷ്പങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റിനും ഭംഗിയുള്ളവരൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുമ്പോൾ മനോഹരമായ പുഷ്പം പോലെ ആയിത്തീരുന്നു എന്നുള്ളത്. എറണാകുളം മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ, എറണാകുളം DCC ജനറൽ സെക്രട്ടറി ഷെറിൻ വർഗീസ്, ബോർഡ് മെമ്പർ KS സാബു, ഡോക്ടർമാരായ ഡോക്ടർ ശ്രീ ഗണേഷ് K പ്രഭു, ഡോക്ടർ KV വിലേഷ്, ഡോക്ടർ പ്രസീത, ഫാദർ പീറ്റർ ചടയങ്ങാട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി തൈവീട്ടിൽ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സാജു ആന്റണി പുന്നക്കാട്ടുശ്ശേരി, HR സേവ്യർ പൊള്ളയിൽ, ഡയറക്ടർ ഫാദർ സിജു പാലിയത്തറ എന്നിവർ സംസാരിച്ചു. നിർധനരായ ഡയാലിസിസ് രോഗികളെ സഹായിക്കുവാനായിട്ട് അവർക്ക് ഡയലൈസറും ട്യൂബും അടങ്ങുന്ന ഒരു കിറ്റ് സമ്മാനിക്കുവാനായിട്ട് ലക്ഷ്യം വെച്ച് ആരംഭിച്ചൊരു പദ്ധതിയാണ് ചില്ലറക്കാരൻ. ഫാമിലി യൂണിറ്റ് കുടുംബ ശുശ്രൂഷ സമിതിയുടെ വലിയൊരു സഹകരണം അതിന്റെ പിറകിലുണ്ട്. അന്ന് ആഷ്ലി അച്ഛനായിരുന്നു അതിന്റെ നേതൃത്വം നൽകിയിരുന്നത്. ശ്രീ ബെന്നി തൈവീട്ടിലും ശ്രീ ജോ അമ്പലത്തെങ്കിലും ആയിരുന്നു അന്ന് ആ ടീമിനോടൊപ്പം ഞങ്ങളെ സഹായിച്ചത്. എല്ലാ പള്ളികളിലും അച്ഛന്മാരെ അറിയിച്ചു.
അവിടെ ഫാമിലി യൂണിറ്റിന്റെ വളരെ ചിട്ടയായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോറം അവിടെയുണ്ട്. അവരാണ് അതിന് നേതൃത്വം കൊടുത്തത്. പെരുമ്പടപ്പ് ഫാറ്റിമ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന അനേകം പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റിബല്ലോ.